ഫ്രണ്ട്സ്, നമ്മുടെ എംബഡഡ് സിസ്റ്റത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡായി നിൽക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് ബോർഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമുക്കിപ്പോൾ ഒരു സ്പെസിഫൈഡ് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഒക്കെ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും പ്രോജക്റ്റ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അതിനെയാണ് നമ്മൾ എംബഡഡ് പ്രോജക്ട്സ് അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എംബഡഡ് സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായി നിൽക്കുന്ന ഒരു ബോർഡാണ് ആർഡിനോ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്കൂൾ പ്രോജക്റ്റ് ആണെങ്കിലും ഹോബി പ്രോജക്ട്സ് ചെയ്യാനാണെങ്കിലും കോളേജ് പ്രോജക്ട്സ് ചെയ്യാനാണെങ്കിലും ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്നത് ഈ ആർഡിനോ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോഴും പലർക്കും ഇതിൻ്റെ വർക്കിംഗ് എന്താണ്, ബോർഡ് എത്ര ടൈപ്സ് ഓഫ് ബോർഡ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ പ്രോഗ്രാം ചെയ്യുക, എന്തൊക്കെ കമ്പോണൻസ് ആണ് ആ ബോർഡിലുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോഴും വലിയ ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല. സോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ആർഡിനോ യൂനോ ബോർഡിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതാണ് നമ്മുടെ ആർഡിനോൻ്റെ യൂനോ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആർഡിനോ യൂനോ ബോർഡ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോർഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ആർഡിനോൻ്റെ തന്നെ നാനോ ബോർഡ് ഉണ്ട്, മെഗാ ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബോർഡ്സ് അവൈലബിൾ ആണ്. നമ്മളിന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് യൂനോ ബോർഡിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് യൂനോ ബോർഡ്, ആർഡിനോ യൂനോ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമാണ് ആർഡിനോൻ്റെ. ഇത് ഡെവലപ്മെൻറ്റ് ബോർഡാണ് ആക്ച്വലി. അപ്പോൾ ഇതിൽ കണ്ടോ, ഇവിടെ ഒരു IC ബേസ് കണ്ടോ, ബ്ലാക്ക് കളർ. ഇത് ഒരു 28 പിൻ IC ബേസ് ആണ്. ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ കൺട്രോളർ, മൈക്രോ കൺട്രോളർ പ്ലേസ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ ഈ ബോർഡിൽ യൂസ് ചെയ്യുന്ന മൈക്രോ കൺട്രോളറാണ് അറ്റ്മെഗ 328P എന്ന് പറയുന്നത്. കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഞാനിപ്പോൾ ഇവിടെ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഈ സിസ്റ്റത്തിൽ കൂടെ USB കേബിൾ യൂസ് ചെയ്തിട്ടാണ് ആർഡിനോയിലോട്ട് പവർ കൊടുക്കുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന USB കേബിളാണിത്. ഓക്കെ, ഇത് ഇപ്പോൾ ഇതിൻ്റെ പോർട്ടിൽ കണക്ട് ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യാം. കണ്ടോ, LED ഒന്നും ബ്ലിങ്ക് ചെയ്തിട്ടില്ല. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ LED ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഇതും ഒരു സ്റ്റാറ്റസ് LED ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ടൈപ്പ് നമ്മൾ പവർ കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഈ ജാക്കിലോട്ട്, അതായത് AC to DC അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെ പവർ ചെയ്യണമെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു AC to DCയുടെ 12 വോൾട്ട് DC 1 ആംപിയറിൻ്റെ ഒരു അഡാപ്റ്ററാണ് എടുത്തേക്കുന്നത്. കണ്ടോ, ഔട്ട്പുട്ട് DC എന്ന് പറയുന്നത് 12 വോൾട്ട് 1 ആംപിയർ. നമുക്കിതിൽ കണക്ട് ചെയ്തിട്ട് പവർ കൊടുത്ത് നോക്കാം. കണ്ടോ, പവർ കൊടുക്കാം. നെക്സ്റ്റ് ഇനി നമുക്ക് 9 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് ഈ ജാക്ക് വഴി എങ്ങനെയാണ് പവർ സപ്ലൈ കൊടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതാ ഈ ജാക്ക് ഇത് ഊരാനായിട്ട് പറ്റും. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഇതിൻ്റെ ഈ ലോങ്ങർ റോഡ് നെഗറ്റീവും ചെറിയ റോഡ് പോസിറ്റീവുമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇതിങ്ങനെ
കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീടുകളിലൊക്കെ നമ്മൾ അഡാപ്റ്ററിൽ കാണുന്നുണ്ടോ, ഈ പുറത്തത്തെ ഭാഗം എന്ന് പറയുന്നത് ഗ്രൗണ്ടും ഉള്ളിലാണ് പോസിറ്റീവ് വോൾട്ടേജും വരുന്നത്. ഇതിൻ്റെ ഈ സൈഡ് നമുക്ക് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ഈ ജാക്കിലോട്ട് കണക്ട് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ നമുക്ക് പവർ സപ്ലൈ കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ 9 വോൾട്ട് ആണെങ്കിലും ഈ വോൾട്ടേജ് റെഗുലേറ്റർ വഴി റെഗുലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ IC-യിലോട്ട് സപ്ലൈ പോകുള്ളൂ. അപ്പോൾ ഇത്രയാണ് ആർഡിനോ ബോർഡിൻ്റെ ഓവറോൾ കമ്പോണൻസിൻ്റെ ഒക്കെ എക്സ്പ്ലനേഷൻസ് വരുന്നത്. ഇനി ഇതിൻ്റെ മൈക്രോ കൺട്രോളറിൻ്റെ പ്രോഗ്രാം ചെയ്യാനായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റാളേഷനൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ബോർഡിൻ്റെ എക്സ്പ്ലനേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ